ഇന്ന് ബാങ്കിൽ പണം ഫിക്സഡ് ഡെപ്പോസിറ്റായി ഇട്ടാൽ പണപ്പെരുപ്പം കാരണം അതിന്റെ മൂല്യം ചോർന്നു പോകുന്ന, സമ്പാദ്യത്തിൽ നിന്ന് കാര്യമായ ഒരു ലാഭവും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സാമ്പത്തിക സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ച് വലിയ ലാഭം നേടാൻ ആഗ്രഹമുണ്ടെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നഷ്ടപ്പെടുമോ എന്ന ഭയം കാരണം ഭൂരിഭാഗം പേരും അതിന് മുതിരാറില്ല. ഇവിടെയാണ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രസക്തി. സാധാരണയായി നിക്ഷേപങ്ങളെ അവയുടെ റിസ്ക് അനുസരിച്ച് ഇക്വിറ്റി, ഡെറ്റ്, ഹൈബ്രിഡ് എന്നിങ്ങനെ മൂന്നായി തിരിക്കാം. മിക്ക സാമ്പത്തിക വിദഗ്ധരും നമ്മുടെ ലക്ഷ്യങ്ങളും റിസ്ക് എടുക്കാനുള്ള കഴിവും എത്ര കാലത്തേക്ക് നിക്ഷേപിക്കണം എന്നതും നോക്കി ഒരു പ്ലാൻ ഉണ്ടാക്കാനാണ് നിർദ്ദേശിക്കുക. എന്നാൽ നമ്മളിൽ ഭൂരിഭാഗം പേരും പൂർണ്ണമായും റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നവരോ അല്ലെങ്കിൽ ഒട്ടും റിസ്ക് എടുക്കാത്തവരോ അല്ല, മറിച്ച് ഇതിനിടയിൽ നിൽക്കുന്നവരാണ്. ഇങ്ങനെയുള്ളവർക്ക് ഒരേ സമയം സുരക്ഷിതത്വവും ഒപ്പം മികച്ച ലാഭവും നൽകിക്കൊണ്ട് ഇക്വിറ്റിയിലും ഡെറ്റിലും ഒരുപോലെ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന മികച്ചൊരു ഓപ്ഷനാണ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകൾ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത് ഹൈബ്രിഡ് ഫണ്ടുകളെ കുറിച്ചാണ്. ഇതിലൂടെ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകൾ എന്താണ് എന്നും അവയുടെ പ്രധാന സവിശേഷതകൾ, പരിമിതികൾ, ഇതിൽ അടങ്ങിയിരിക്കുന്ന റിസ്കുകൾ എന്നിവയെല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു ബോണസ് പോയിന്റായി വലിയ റിസ്കുകൾ ഇല്ലാതെ സുരക്ഷിതമായി ഫണ്ടുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതിനെ കുറിച്ചുള്ള ചില ടിപ്സും മനസ്സിലാക്കാം. ലളിതമായി പറഞ്ഞാൽ ഇക്വിറ്റിയുടെയും ഡെറ്റിന്റെയും ഗുണങ്ങൾ ഒരുപോലെ ചേർത്ത് വെച്ച ഒരു സമ്മിശ്ര നിക്ഷേപ പദ്ധതിയാണ് ഹൈബ്രിഡ് ഫണ്ടുകൾ. വ്യത്യസ്ത തരത്തിലുള്ള നിക്ഷേപകരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇക്വിറ്റിയുടെയും ഡെറ്റിന്റെയും അനുപാതം മാറ്റിക്കൊണ്ടുള്ള പലതരം ഹൈബ്രിഡ് ഫണ്ടുകൾ ഇന്ന് ലഭ്യമാണ്. ഒരൊറ്റ ഫണ്ടിലൂടെ ഒന്നിലധികം അസറ്റ് ക്ലാസുകൾ നിക്ഷേപിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷത. അതുകൊണ്ട് തന്നെ ഇവയുടെ പോർട്ട്ഫോളിയോ എപ്പോഴും കൃത്യമായി ബാലൻസ്ഡ് ആയിരിക്കും. വിപണിയിലെ റിസ്ക് പരമാവധി കുറച്ചുകൊണ്ട് മികച്ച ലാഭം നേടാനും ഹ്രസ്വകാല, ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഇത് നിക്ഷേപകരെ സഹായിക്കുന്നു. ഇതിലെ ഇക്വിറ്റി ഭാഗം ദീർഘകാല അടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ വെൽത്ത് ജനറേഷന് സഹായിക്കുമ്പോൾ, ഡെറ്റ് ഭാഗം ഷെയർ മാർക്കറ്റിലെ പെട്ടെന്നുള്ള ഇടിവുകളിൽ നിന്നും തകർച്ചകളിൽ നിന്നും നിങ്ങളുടെ നിക്ഷേപത്തെ സുരക്ഷിതമായി സംരക്ഷിച്ചു നിർത്തും. വ്യത്യസ്ത തരത്തിലുള്ള ഹൈബ്രിഡ് ഫണ്ടുകളിൽ ഇക്വിറ്റിയുടെയും ഡെറ്റിന്റെയും അനുപാതം വ്യത്യസ്തമായിരിക്കും. ഓരോ നിക്ഷേപകന്റെയും സാമ്പത്തിക ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും മുൻനിർത്തിയാണ് ഇവ രൂപകൽപ്പന ചെയ്യുന്നത്. കൺസർവേറ്റീവ്, മോഡറേറ്റ്, അഗ്രസീവ് എന്നിങ്ങനെ ഏത് തലത്തിലുള്ള നിക്ഷേപകർക്കും അവരുടെ റിസ്ക് എടുക്കാനുള്ള ശേഷിക്ക് അനുയോജ്യമായ ഫണ്ടുകൾ തിരഞ്ഞെടുക്കാൻ ഇത് സഹായിക്കും. കൂടാതെ ദീർഘകാല അടിസ്ഥാനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇത്തരം ഫണ്ടുകൾക്ക് സാധിക്കാറുണ്ട്. ഓരോ ഹൈബ്രിഡ് ഫണ്ടുകളിലും ഇക്വിറ്റിയും ഡെറ്റും ഏത് അനുപാതത്തിലാണ് വീതിച്ചിരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി അവയെ പ്രധാനമായും പലതരത്തിൽ തിരിച്ചിട്ടുണ്ട്. ഇക്വിറ്റി ഓറിയന്റഡ് ഹൈബ്രിഡ് ഫണ്ടുകളാണ് ആദ്യത്തേത്. ഇത്തരം ഫണ്ടുകൾ തങ്ങളുടെ ആകെ നിക്ഷേപത്തിന്റെ കുറഞ്ഞത് 65% വിവിധ കമ്പനികളുടെ ഇക്വിറ്റിയിലും ഓഹരി അനുബന്ധ നിക്ഷേപങ്ങളിലുമാണ് വിനിയോഗിക്കുക. ബാക്കി വരുന്ന 35% തുക ബോണ്ടുകൾ, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകൾ പോലുള്ള ഡെറ്റ് സെക്യൂരിറ്റികൾ നിക്ഷേപിക്കും. ഡെറ്റ് ഓറിയന്റ് ഹൈബ്രിഡ് ഫണ്ടുകളാണ് അടുത്തത്. ഇവിടെ ആകെ നിക്ഷേപത്തിന്റെ കുറഞ്ഞത് 60% തുകയും ബോണ്ടുകൾ, ഡിബഞ്ചറുകൾ, ഗവൺമെന്റ് സെക്യൂരിറ്റികൾ തുടങ്ങിയ സ്ഥിരവരുമാനം തരുന്ന ഡെറ്റ് നിക്ഷേപങ്ങളിലേക്കാണ് പോകുക. ബാക്കി 40% തുക മാത്രമാണ് ഇക്വിറ്റിയിൽ നിക്ഷേപിക്കുന്നത്. ചില ഫണ്ടുകൾ തങ്ങളുടെ തുകയുടെ ചെറിയൊരു ഭാഗം ലിക്വിഡ് സ്കീമുകളിലും സൂക്ഷിക്കാറുണ്ട്. ബാലൻസ്ഡ് ഫണ്ട്സ് അവൈലബിൾ ആണ്. അവ തങ്ങളുടെ ആകെ തുകയുടെ കുറഞ്ഞത് 65% ഇക്വിറ്റിയിലും ബാക്കി ഭാഗം ഡെറ്റ് സെക്യൂരിറ്റികളും ക്യാഷായി നിക്ഷേപിക്കുന്നു. ടാക്സേഷന്റെ കാര്യത്തിൽ ഇവയെ ഇക്വിറ്റി ഫണ്ടുകളായിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 ലക്ഷം രൂപ വരെയുള്ള ദീർഘകാല മൂലധന നേട്ടത്തിന് നികുതി ഇളവ് ലഭിക്കും. ഇതിലെ ഫിക്സഡ് ഇൻകം ഭാഗം ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്നതിനാൽ ഇക്വിറ്റി നിക്ഷേപകർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. റിസ്ക് കുറഞ്ഞ മന്ത്ലി ഇൻകം പ്ലാനുകളാണ് മറ്റൊരു ടൈപ്പ്. ഇവ പ്രധാനമായും ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റികൾ നിക്ഷേപിക്കുകയും തുകയുടെ വളരെ ചെറിയൊരു ഭാഗം മാത്രം ഇക്വിറ്റിയിലേക്ക് മാറ്റിവെക്കുകയും ചെയ്യുന്ന ഹൈബ്രിഡ് ഫണ്ടാണ്. ഇത് പ്യുവർ ഡെറ്റ് സ്കീമുകളെക്കാൾ മികച്ച റിട്ടേൺസ് നൽകാനും നിക്ഷേപകർക്ക് കൃത്യമായ ഇടവേളകളിൽ വരുമാനം ഉറപ്പാക്കാനും സഹായിക്കുന്നു. മിക്ക പ്ലാനുകളിലും ഗ്രോത്ത് ഓപ്ഷനും ലഭ്യമാണ്. ആർബിട്രേജ് ഫണ്ടുകളാണ് ഇനിയൊരു ടൈപ്പ്. ഒരേ സ്റ്റോക്കുകൾ ഒരു മാർക്കറ്റിൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുകയും മറ്റൊരു മാർക്കറ്റിൽ കൂടിയ വിലയ്ക്ക് വിൽക്കുകയും ചെയ്യുന്ന രീതിയാണിത്. ഫണ്ട് മാനേജർമാർ ഇത്തരം ആർബിട്രേജ് അവസരങ്ങൾ കണ്ടെത്തി ലാഭം പരമാവധി വർദ്ധിപ്പിക്കും. എന്നാൽ നല്ല അവസരങ്ങൾ ഇല്ലാത്ത സമയങ്ങളിൽ ഈ ഫണ്ടുകൾ പ്രധാനമായും ഡെറ്റ് സെക്യൂരിറ്റികളിലും ക്യാഷിലുമാണ് പണം നിക്ഷേപിക്കുക. സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ ഇവ ഡെറ്റ് ഫണ്ടുകളെ പോലെയാണെങ്കിലും ദീർഘകാല മൂലധന നേട്ടത്തിന് ഇക്വിറ്റി ഫണ്ടുകളുടെ നികുതി ഘടനയാണ് ഇവിടെ ബാധകമാകുക.
ദീർഘകാല അടിസ്ഥാനത്തിൽ ക്യാപിറ്റൽ അപ്രിസിയേഷനൊപ്പം നിക്ഷേപകർക്ക് കൃത്യമായ ഇടവേളകളിൽ ഒരു നിശ്ചിത വരുമാനം ഉറപ്പാക്കുന്ന രീതിയിൽ സമഗ്രമായ പോർട്ട്ഫോളിയോ നിർമ്മിക്കാനാണ് ഓരോ ഹൈബ്രിഡ് ഫണ്ടും ശ്രമിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടുകളുടെ നിക്ഷേപം നേരിട്ട് ഫണ്ട് ഹൗസുകളുടെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ മറ്റ് ഇടനില പ്ലാറ്റ്ഫോമുകൾ വഴിയോ നടത്താവുന്നതാണ്. ഇത്തരം ആപ്പുകളിൽ സൈനപ്പ് ചെയ്ത് നിങ്ങളുടെ KYC നടപടികൾ പൂർത്തിയാക്കിയാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഹൈബ്രിഡ് ഫണ്ടുകൾ നിക്ഷേപം ആരംഭിക്കാൻ സാധിക്കും. ഹൈബ്രിഡ് ഫണ്ടുകൾ സാധാരണ ഡെറ്റ് ഫണ്ടുകളേക്കാൾ റിസ്ക് കൂടിയതാണെങ്കിലും പ്യുവർ ഇക്വിറ്റി ഫണ്ടുകളേക്കാൾ തികച്ചും സുരക്ഷിതമാണ്. ഡെറ്റ് ഫണ്ടുകളേക്കാൾ മികച്ച റിട്ടേൺസ് നൽകാൻ ഇവയ്ക്ക് സാധിക്കാറുള്ളതിനാൽ കുറഞ്ഞ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് ഇതൊരു മികച്ച ഓപ്ഷനാണ്. കൂടാതെ നേരിട്ട് ഓഹരി വിപണിയിലേക്ക് ഇറങ്ങാൻ മടിയും ഭയവുമുള്ള തുടക്കക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് ഹൈബ്രിഡ് ഫണ്ടുകൾ. കാരണം ഇതിലെ ഡെറ്റ് ഭാഗം നിക്ഷേപത്തിന് ആവശ്യമായ സുരക്ഷിതത്വം നൽകുകയും ഇക്വിറ്റി ഭാഗത്തിലൂടെ ഓഹരി വിപണിയുടെ നേട്ടങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ വിപണിയിലെ കടുത്ത ചാഞ്ചാട്ടങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും ഒരു കവചമായി നിന്നുകൊണ്ട് തന്നെ ഇക്വിറ്റി നിക്ഷേപങ്ങളിൽ നിന്നുള്ള പരമാവധി ലാഭം കൊയ്യാൻ ഹൈബ്രിഡ് ഫണ്ടുകൾ നിക്ഷേപകരെ സഹായിക്കുന്നുണ്ട്. അടുത്തതായി സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന ഒരു സംശയം ടാക്സേഷൻ എങ്ങനെയാകും എന്നതാണ്. ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകളുടെ ടാക്സേഷൻ നിയമങ്ങൾ ഹൈബ്രിഡ് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭത്തിന് മേൽ നികുതി കണക്കാക്കുന്നത് പ്രധാനമായും ഇക്വിറ്റി ഡെറ്റ് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ടുകൾക്ക് സാധാരണ ഇക്വിറ്റി ഫണ്ടുകളിലെ ടാക്സ് നിയമങ്ങളാണ് ബാധകമാകുക. ഒരു വർഷത്തിൽ കൂടുതൽ നിക്ഷേപം നിലനിർത്തിയാൽ ലഭിക്കുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 1,00,000 രൂപയ്ക്ക് മുകളിൽ ലാഭത്തിന് മേൽ ഇൻഡെക്സേഷൻ ആനുകൂല്യങ്ങളില്ലാതെ 10% നികുതി നൽകണം. എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ പിൻവലിക്കുകയാണെങ്കിൽ ലഭിക്കുന്ന ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിന് 15% നികുതി നിരക്ക്. ഡെറ്റ് ഓറിയന്റഡ് ഫണ്ടുകൾക്ക് സാധാരണ പ്യുവർ ഡെറ്റ് ഫണ്ടുകളുടെ ടാക്സ് രീതിയാണ് ബാധകമാകുന്നത്. ഇതിൽ നിന്നുള്ള മൂലധന നേട്ടം നിങ്ങളുടെ ആകെ വരുമാനത്തോട് കൂട്ടിച്ചേർക്കുകയും നിങ്ങൾ ഏത് ഇൻകം ടാക്സ് സ്ലാബിലാണോ വരുന്നത് ആ നിരക്കിൽ നികുതി ഈടാക്കുകയും ചെയ്യും. ഡെറ്റ് ഘടകത്തിൽ നിന്നുള്ള ദീർഘകാല മൂലധന നേട്ടത്തിന് ഇൻഡെക്സേഷൻ ആനുകൂല്യത്തോടെ 20% നികുതിയോ അല്ലെങ്കിൽ ഇൻഡെക്സേഷൻ ആനുകൂല്യമില്ലാതെ 10% നികുതിയോ ആണ് ഈടാക്കുക. ഇനി ഇതിനെ കൂടുതൽ വിശദമാക്കിയാൽ സെബി നിശ്ചയിച്ചിട്ടുള്ള 7 ഔദ്യോഗിക ഹൈബ്രിഡ് കാറ്റഗറി ഫണ്ടുകൾക്കും പല രീതിയിലാണ് ടാക്സേഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യത്തേത് കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടുകളാണ്. 10 മുതൽ 25% വരെ ഇക്വിറ്റിയിലും ബാക്കി 75 മുതൽ 90% വരെ ഡെറ്റിൽ നിക്ഷേപിക്കുന്ന ഈ ഫണ്ടിന് ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ചാണ് നികുതി ഈടാക്കുക. ഇക്വിറ്റിയും ഡെറ്റും 40-60% എന്ന തുല്യമായ അനുപാതത്തിൽ വീതിക്കുകയും ആർബിട്രേജ് പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്യുന്ന ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ടിൽ ഇക്വിറ്റി വിഹിതം 65% മുകളിലായ ഇക്വിറ്റി ഫണ്ടായും അല്ലാത്ത പക്ഷം ഡെറ്റ് ഫണ്ടായും നികുതി കണക്കാക്കും. എന്നാൽ 65 മുതൽ 80% വരെ ഉയർന്ന ഇക്വിറ്റി വിഹിതവും ബാക്കി ഡെറ്റുമുള്ള അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടുകൾക്ക് ഇക്വിറ്റി ഫണ്ടുകളുടെ നികുതി ഘടനയാണ് ബാധകമാകുക. മറ്റ് ടൈപ്പ് ഫണ്ടുകൾ ടാക്സിന് പുറമെയുള്ള ചില മാറ്റങ്ങൾ കൂടി മനസ്സിലാക്കാം. വിപണിയുടെ ചലനങ്ങൾക്കനുസരിച്ച് ഇക്വിറ്റിയും ഡെറ്റും ഫണ്ട് മാനേജർ മാറ്റിക്കൊണ്ടിരിക്കുന്ന ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾക്ക് പുതിയ സെബി നിയമപ്രകാരം ഇനി ഗോൾഡ്, റീറ്റുകൾ, ഇൻവിറ്റുകൾ എന്നിവയിൽ നിക്ഷേപിക്കാൻ സാധിക്കില്ല. 5ാമത്തെ ഭാഗമായ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകളിൽ കുറഞ്ഞത് 3 അസറ്റ് ക്ലാസുകളിലെങ്കിലും 10% വീതം നിക്ഷേപിക്കേണ്ടതുണ്ട്. പുതിയ റൂൾസ് പ്രകാരം ഇതിന്റെ പരിധി വിപുലമാക്കിയതിനാൽ ഗോൾഡ്, സിൽവർ ETF, ഇൻവിറ്റുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുത്താം. കുറഞ്ഞത് 65% തുക ആർബിട്രേജ് പൊസിഷനുകളിൽ വിനിയോഗിക്കുന്ന തികച്ചും റിസ്ക് കുറഞ്ഞതും എന്നാൽ ടാക്സിന്റെ കാര്യത്തിൽ ഇക്വിറ്റി ഫണ്ടായി പരിഗണിക്കുന്നതുമായ ആർബിട്രേജ് ഫണ്ടുകളാണ് ഇനിയുള്ളത്. അവസാനമായി ആകെ തുകയുടെ കുറഞ്ഞത് 65% ഇക്വിറ്റിയിലും കുറഞ്ഞത് 15% അൺഹെഡ്ജ്ഡ് ഇക്വിറ്റിയിലും 10% ഡെറ്റിൽ നിക്ഷേപിക്കുന്ന ഇക്വിറ്റി സേവിങ്സ് ഫണ്ടുകളാണ് 7ാമത്തെ വിഭാഗം. സെബിയുടെ പുതിയ നിയമപ്രകാരം ഇതിന്റെ നെറ്റ് ഇക്വിറ്റി പരിധി 15 മുതൽ 40% കൃത്യമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. ഹൈബ്രിഡ് ഫണ്ടുകൾ ഇക്വിറ്റിയേക്കാൾ സുരക്ഷിതമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെങ്കിലും 2026 ഈ മേഖലയിൽ ചില പ്രധാന മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 2026 ഫെബ്രുവരിയിൽ സെബി മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയിൽ വരുത്തിയ വലിയ പരിഷ്കാരങ്ങളും കഴിഞ്ഞ വർഷങ്ങളിലായി RBI റിപ്പോ നിരക്കിൽ 125 ബേസിസ് പോയിന്റിന്റെ കുറവ് വരുത്തിയതും കാരണം ചില ഹൈബ്രിഡ് ഫണ്ടുകളുടെ ഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ ഫണ്ടിൽ തുടരണമോ പുതിയൊരു ഫണ്ടിൽ SIP തുടങ്ങണമോ അല്ലെങ്കിൽ സെബിയുടെ കീഴിലുള്ള ഹൈബ്രിഡ് കാറ്റഗറിയിൽ ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമെന്ന് തീരുമാനിക്കേണ്ടത് പുതിയ സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ടാണ്. ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ 2026 നിങ്ങൾ 2 പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്.
ഒന്ന്, അഗ്രസീവ് ഹൈബ്രിഡ്, ബാലൻസ്ഡ് അഡ്വാൻറ്റേജ്, ഇക്വിറ്റി സേവിങ്സ്, മൾട്ടി അസറ്റ് അലോക്കേഷൻ എന്നിവയിൽ ഏത് കാറ്റഗറിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്? രണ്ട്, ആ കാറ്റഗറിയിലെ ഏത് ഫണ്ടാണ് മികച്ചത്? സാധാരണയായി പലരും നേരിട്ട് ഫണ്ടുകളുടെ ടേബിൾ നോക്കിയാണ് നിക്ഷേപിക്കുക. എന്നാൽ നിങ്ങളുടെ നിക്ഷേപത്തിന്റെ വിജയത്തിന്റെ 80% തീരുമാനിക്കുന്നത് കൃത്യമായ കാറ്റഗറി തിരഞ്ഞെടുക്കുന്നതിലൂടെയാണ്. ബാക്കി 20% മാത്രമാണ് ഫണ്ട് സെലക്ഷന്റെ പങ്ക്. സെബിയുടെ 2026 ഫെബ്രുവരിയിലെ പുതിയ സർക്കുലർ 2 പ്രധാന കാറ്റഗറികളുടെ പ്രവർത്തന രീതിയിൽ മാറ്റം വരുത്തിയിട്ടുള്ളതിനാൽ പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് ഈ പുതിയ നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ലാഭത്തെയും സുരക്ഷിതത്തെയും ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പല നിക്ഷേപകരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രധാന വസ്തുതയുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടുകൾ എന്നൊരു കാറ്റഗറി ഏകദേശം 10% റിട്ടേൺസ് നൽകിയപ്പോൾ പ്രമുഖ ഇക്വിറ്റി സൂചികയായ BSE 500 TRI നൽകിയത് വെറും 7% റിട്ടേൺസ് മാത്രമാണ്. അതായത് ഒരു പ്യുവർ ഇക്വിറ്റി ഫണ്ടിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ 20-35% വരെ ഡെറ്റ് നിക്ഷേപമുള്ള ഈ ഹൈബ്രിഡ് ഫണ്ടുകൾക്ക് സാധിച്ചു. ഉയർന്ന ലാഭവും ഒപ്പം ഡെറ്റ് നൽകുന്ന സുരക്ഷിതത്വവും ഒത്തുചേരുന്നത് കൊണ്ടാണ് 2026 ദീർഘകാല നിക്ഷേപകർക്ക് തിരഞ്ഞെടുക്കാവുന്ന മികച്ച ഓപ്ഷനായി ഇതിനെ സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇതൊരു വർഷത്തെ മാത്രം പ്രകടനമല്ല. മുൻകാലങ്ങളിലെ മാർക്കറ്റ് കറക്ഷൻസിൽ പ്യുവർ ഇക്വിറ്റി ഫണ്ടുകൾ വലിയ തകർച്ച നേരിട്ടപ്പോഴും അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടുകൾ തങ്ങളുടെ നിക്ഷേപകരെ വലിയ നഷ്ടങ്ങളിൽ നിന്നും കൃത്യമായി സംരക്ഷിച്ചിട്ടുണ്ട്. ഇതിലെ 20-35% വരുന്ന ഡെറ്റ് നിക്ഷേപം വെറുമൊരു ബാധ്യതയല്ല, മറിച്ച് വിപണി ഇടിയുമ്പോൾ കനത്ത തകർച്ചകളിൽ നിന്നും നിങ്ങളുടെ പണത്തെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് നിക്ഷേപകർക്ക് പരിഭ്രാന്തരായി തങ്ങളുടെ ഫണ്ടുകൾ വിറ്റഴിക്കുന്ന സാഹചര്യം ഇല്ലാതാക്കുന്നു. ഇന്ത്യയിലെ ചില പ്രമുഖ ഫണ്ടുകളുടെ കഴിഞ്ഞ 5 വർഷത്തെ SIP റിട്ടേൺസ് പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. ICICI Prudential Equity and Debt Fund 22%, DSP അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് 17%, HDFC ഹൈബ്രിഡ് ഇക്വിറ്റി ഫണ്ട് 15% റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. ഇവ ഏതെങ്കിലും ഒരു ഫണ്ടിന്റെ മാത്രം പ്രകടനമല്ല, മറിച്ച് ഈ കാറ്റഗറിയുടെ പൊതുവായ സവിശേഷതയാണ്. ഇത്രത്തോളം മികച്ച റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസും ഇക്വിറ്റി ഫണ്ടുകൾക്ക് സമാനമായ ടാക്സ് ആനുകൂല്യങ്ങളും ഉണ്ടായിട്ടും ഇന്ത്യയിലെ ആകെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിന്റെ വെറും 2% താഴെ മാത്രമാണ് നിലവിൽ അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടുകളുള്ളത്. പല നിക്ഷേപകരും കരുതുന്നത് RBI പലിശ നിരക്കുകൾ കുറയ്ക്കുന്നത് ഡെറ്റ് ഫണ്ടുകൾക്കോ ഹൈബ്രിഡ് ഫണ്ടുകൾക്കോ ദോഷം ചെയ്യുമെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം ഇതിന് നേരെ വിപരീതമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ RBI റിപ്പോ നിരക്കിൽ വരുത്തിയ 125 ബേസിസ് പോയിന്റിന്റെ കുറവ് ഇത്തരം ഫണ്ടുകൾക്ക് വലിയൊരു ആനുകൂല്യമാണ് സൃഷ്ടിച്ചത്. സാമ്പത്തിക ശാസ്ത്ര തത്വപ്രകാരം വിപണിയിൽ പലിശ നിരക്കുകൾ താഴേക്ക് പോകുമ്പോൾ നിലവിലുള്ള ബോണ്ടുകളുടെ വില മുകളിലേക്ക് ഉയരുന്നുണ്ട്. 20-35% വരെ ഡെറ്റ് ഇൻസ്ട്രുമെന്റിൽ കൈവശം വെക്കുന്ന അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടുകൾക്ക് ഈ ബോണ്ട് വില വർധന വഴി മികച്ച ക്യാപിറ്റൽ ഗെയിൻസ് ലഭിക്കുകയും ഇത് അവരുടെ ആകെ ലാഭവിഹിതം ഇക്വിറ്റിയിൽ നിന്നുള്ള വരുമാനത്തെക്കാൾ ഉയർത്താൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. മുൻപ് 2022-24 കാലഘട്ടത്തിലെ പലിശ വർധനവ് ഉണ്ടായപ്പോൾ ലഭിക്കാതിരുന്ന ഒരു വലിയ നേട്ടമാണിത്. ഈ ലാഭത്തിന്റെ തോത് പ്രധാനമായും ഫണ്ട് കൈവശം വെച്ചിരിക്കുന്ന ബോണ്ടുകളുടെ കാലാവധിയെ ആശ്രയിച്ചിരിക്കുന്നു. മീഡിയം ടു ലോങ് ഡ്യൂറേഷൻ ബോണ്ടുകളുള്ള ഫണ്ടുകൾക്ക് ഷോർട്ട് ഡ്യൂറേഷൻ ബോണ്ടുകളുള്ളവയെ അപേക്ഷിച്ച് ഈ നിരക്കിളവുകളിൽ നിന്ന് കൂടുതൽ ലാഭം കൊയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഹൈബ്രിഡ് ഫണ്ടുകളിലെ ഡെറ്റ് ഭാഗം വെറുമൊരു സുരക്ഷിത കവചം മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് അധിക ലാഭം കൊണ്ടുവരുന്ന ഒരു പ്രധാന ഘടകം കൂടിയാണ്. എല്ലാ സാമ്പത്തിക സാഹചര്യങ്ങൾക്കും ഒരൊറ്റ ഫണ്ട് അനുയോജ്യമല്ല എന്നതുപോലെ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടുകൾക്കും ചില പ്രധാന പരിമിതികളുണ്ട്. ഒന്നാമതായി, ഇതിലെ 20-35% വരുന്ന ഡെറ്റ് വിഹിതം വിപണിയിലെ തകർച്ചകളുടെ ആഘാതം കുറയ്ക്കുമെങ്കിലും റിസ്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ബെയർ മാർക്കറ്റിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വലിയ ഇടിവ് വരാനുള്ള സാധ്യതയുണ്ട്. 5 വർഷത്തിൽ താഴെ മാത്രം നിക്ഷേപ കാലാവധി ഉള്ളവരും വിപണിയിലെ വലിയ ചാഞ്ചാട്ടങ്ങൾ താങ്ങാൻ കഴിയാത്തവരും ഇതിനു പകരം കുറഞ്ഞ റിസ്ക് മാത്രമുള്ള ഇക്വിറ്റി സേവിങ്സ് ഫണ്ടുകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. രണ്ടാമതായി, ഇന്ത്യയിൽ ഹൈബ്രിഡ് കാറ്റഗറിയിൽ പാസീവ് ഇൻഡെക്സ് ഫണ്ടുകൾ ലഭ്യമല്ല. ഇവ പൂർണ്ണമായും ഫണ്ട് മാനേജർമാർ നിയന്ത്രിക്കുന്ന ആക്റ്റീവ് ഫണ്ടുകളായതിനാൽ ഉയർന്ന എക്സ്പെൻസ് റേഷ്യോയും മാനേജർ റിസ്ക്കും ഉണ്ട്. മൂന്നാമതായി, നിങ്ങൾ ഒരു സിംഗിൾ പോർട്ട്ഫോളിയോയിൽ സ്വർണം അല്ലെങ്കിൽ മറ്റു ബദൽ നിക്ഷേപങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ ഈ കാറ്റഗറി അനുവദിക്കില്ല. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു നല്ല ഹൈബ്രിഡ് ഫണ്ട് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ മറ്റാരുടെയും സഹായമില്ലാതെ ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമിലും ഉപയോഗിക്കേണ്ട 5 ലളിതമായ ഫിൽട്ടറിംഗ് റൂൾസ് കൂടി അവസാനമായി മനസ്സിലാക്കാം. ആദ്യത്തേത്, ഡയറക്റ്റ് പ്ലാനുകളും
or 5 സ്റ്റാർ റേറ്റിംഗും മാത്രം നോക്കുക എന്നതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പിലെ ഫണ്ട് സെലക്ടർ ടൂൾ എടുത്ത് എപ്പോഴും ഡയറക്റ്റ് പ്ലാൻസ് മാത്രം ഫിൽട്ടർ ചെയ്യുക. ഇടനിലക്കാർക്ക് കമ്മീഷൻ പോകാതിരിക്കാൻ ഇത് സഹായിക്കും. ഒപ്പം കഴിഞ്ഞ 3 മുതൽ 5 വർഷത്തെ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസിന്റെ അടിസ്ഥാനത്തിൽ മികച്ച റേറ്റിംഗ് ഉള്ള ഫണ്ടുകൾ മാത്രം ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കുക. അസറ്റ് അണ്ടർ മാനേജ്മെന്റിന്റെ വലുപ്പം പരിശോധിക്കുകയാണ് അടുത്തത്. ഫണ്ടിന്റെ ആകെ കൈകാര്യം ചെയ്യുന്ന തുക അഥവാ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് കുറഞ്ഞത് 1000 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഫണ്ടുകൾ മാത്രം തിരഞ്ഞെടുക്കുക. ഫണ്ടിന്റെ ആവശ്യത്തിന് ലിക്വിഡിറ്റി ഉണ്ടെന്ന് ഉറപ്പാക്കാനും എക്സ്പെൻസ് റേഷ്യോ പരിധിയിൽ നിർത്താനും ഇതൊരു പരിധിവരെ സഹായിക്കും. തുടർന്ന് ഈ ഫണ്ടുകളുടെ കഴിഞ്ഞ 3-5 വർഷത്തെ SIP റിട്ടേൺസ് ആ കാറ്റഗറിയുടെ ശരാശരി ലാഭത്തേക്കാൾ മുകളിലാണെന്ന് ഉറപ്പുവരുത്തുക. ഡെറ്റ് നിക്ഷേപങ്ങളുടെ ക്വാളിറ്റി നോക്കുകയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഫണ്ടിന്റെ പോർട്ട്ഫോളിയോ ഡീറ്റെയിൽസ് എടുത്ത് അതിലെ ഡെറ്റ് ഭാഗം പരിശോധിക്കുക. അവർ നിക്ഷേപിക്കുന്ന ബോണ്ടുകൾ ഉയർന്ന സുരക്ഷിതത്വമുള്ള AAA അല്ലെങ്കിൽ AA റേറ്റഡ് ബോണ്ടുകളാണെന്ന് ഉറപ്പാക്കുക. നിലവിലെ പലിശ നിരക്ക് കുറയുന്ന സാഹചര്യത്തിൽ 2 മുതൽ 4% വരെ കാലാവധിയുള്ള ബോണ്ടുകൾ കൈവശമുള്ള ഫണ്ടുകൾ കൂടുതൽ ലാഭം തരാൻ സഹായിക്കും. 1-2 ഫണ്ടുകളിൽ മാത്രം നിക്ഷേപിക്കുക എന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു സാധാരണ ഇന്ത്യൻ നിക്ഷേപകൻ വരുത്തുന്ന വലിയൊരു തെറ്റാണ് 8 മുതൽ 14 വരെ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിക്കൂട്ടുക എന്നത്. ഹൈബ്രിഡ് ഫണ്ടുകൾ അതിന്റെ ഘടന കൊണ്ട് തന്നെ ഇക്വിറ്റിയും ഡെറ്റും കലർന്ന ഒന്നായതിനാൽ നിങ്ങളുടെ ആകെ പോർട്ട്ഫോളിയോയിൽ ഈ കാറ്റഗറിയിൽപ്പെട്ട 1 പരമാവധി 2 മികച്ച ഫണ്ടുകൾ മാത്രം നിലനിർത്തിയാൽ മതി. അനാവശ്യമായി കൂടുതൽ ഫണ്ടുകൾ വാങ്ങുന്നത് വഴി നിങ്ങളുടെ ലാഭം കുറയുകയാണ് ചെയ്യുക. ഏറ്റവും അവസാനത്തേതും എന്നാൽ പ്രധാനവുമായ കാര്യം വർഷത്തിൽ ഒരിക്കൽ മാത്രം റിവ്യൂ ചെയ്യുക എന്നതാണ്. ഹൈബ്രിഡ് ഫണ്ടുകൾ കുറഞ്ഞത് 5 വർഷത്തെ ദീർഘകാല നിക്ഷേപത്തിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോ 3 മാസം കൂടുമ്പോഴും ഇതിന്റെ പെർഫോമൻസ് എടുത്ത് പ്യുവർ ഇക്വിറ്റി ഇൻഡെക്സുകളുമായി താരതമ്യം ചെയ്ത് നിരാശപ്പെടരുത്. വർഷത്തിൽ ഒരിക്കൽ മാത്രം ഫണ്ടിന്റെ പ്രകടനം വിലയിരുത്തുകയും അതും സ്വന്തം കാറ്റഗറിയിലെ മറ്റു ഫണ്ടുകളെക്കാൾ മികച്ചതാണോ എന്ന് മാത്രം നോക്കുക.